പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ സ്വഭാവത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്ത സ്വഭാവങ്ങൾ നമ്മുടെ മക്കളിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളിലേക്ക് മറ്റൊരു ആത്മാവ് കയറി വന്നിട്ടുണ്ട്. ഈശോ പറഞ്ഞില്ലേ, ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ മക്കളുടെ സ്വഭാവം, അവരുടെ കാഴ്ചപ്പാട്, ചിന്താഗതി, തീരുമാനങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ നയിക്കുന്ന ചില ആത്മാക്കളുണ്ട്. അത് കയറി വന്ന മേഖലകള്, പൈശാചികമായ ചില സിനിമകള്, പൈശാചികമായ ചില ഗെയിമുകള്, പൈശാചികമായ ചില കാഴ്ചകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിലൂടെ, മൊബൈലിലൂടെ, സിനിമകളിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തികളുണ്ട്. ഇതിനെ നമ്മൾ മനസ്സിലാക്കി യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുവിക്കണം. ഈ നാളുകളില് അതിന്റെ സ്വാധീനം വളരെയേറെ ശക്തമാണ്. നമ്മുടെ മക്കളുടെ ക്രൂരതയ്ക്കും പൈശാചിക പ്രവൃത്തികൾക്കും അനുസരണക്കേടിനും ഒത്തിരിയേറെ പൈശാചിക പ്രവൃത്തികൾക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ കടന്നു വന്നത് ഈ മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയുമാണ്. ഇത് നമ്മൾ അറിയണം. ഈ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്കതിനു വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് വലിയൊരു വിടുതലിനു വേണ്ടി കർത്താവിന്റെ കുരിശു മനഃശക്തിയില് വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും നാരകീയ സർപ്പത്തിനെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെയും പിശാചുക്കളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഒക്കെ സജീവ സാന്നിധ്യത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും ദുരാത്മ ദുർഭൂതങ്ങളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അവിടുത്തെ കുരിശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് മറ്റെല്ലാ ആത്മാക്കളെയും ബഹിഷ്കരിച്ച് വലിയ വിടുതൽ നൽകി സമാധാനവും സൗഖ്യവും സന്തോഷവും നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ നിറസാന്നിധ്യത്തില് ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിലൊരിക്കലും ജനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിന്റെ വലിയ സഹായത്തില്, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്തില്, വിശുദ്ധ കുരിശിൽ പരാജയപ്പെട്ട പിശാചിനെ ആ കുരിശിനാൽ തന്നെ അവിടുത്തെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെ നമുക്ക് വിടുവിച്ചെടുക്കാൻ സാധിക്കട്ടെ. നമ്മളിന്ന് കാണുന്ന വലിയൊരു മേഖല, ഇന്ന് നമ്മുടെ മക്കളെ പല പല പൈശാചികമായ സ്വഭാവത്തിലേക്ക്, തകർച്ചയിലേക്ക്, നാശത്തിലേക്ക്, ദുശീലത്തിലേക്ക് നയിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു പൈശാചികമായ
ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനമുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മൊബൈലിലെ ഗെയിമുകൾ, സിനിമകള്, ചില ആപ്പുകള്, അതിലൂടെ ചില പൈശാചിക ആരാധനകൾ, ഇതിനൊക്കെ പിന്നാലെ പോകുമ്പോ അത് ഡൗൺലോഡ് ചെയ്ത് അത് കളിക്കണമെങ്കിൽ ചില എഗ്രിമെന്റുകൾ നമ്മുടെ മക്കൾ ചെയ്യണം, നമ്മളും ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ഈ സിനിമ കാണണമെങ്കിൽ, ഈ ഗെയിം കളിക്കണമെങ്കിൽ അങ്ങനെ ചില എഗ്രിമെന്റുകൾ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് അത് അംഗീകരിച്ച് സ്വീകരിച്ചു കഴിയുമ്പോഴാണ് ഈ ഗെയിം കളിക്കാൻ പറ്റുക, ഈ സിനിമ കാണാൻ പറ്റുക, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അതിനോടകം ഈ പിശാചിനെ ആരാധിക്കുന്ന ഫ്രീമേസൺസും ഇലുമിനാറ്റിക്കാരും ഇവക നശിപ്പിക്കുന്ന, കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന മ്ലേച്ഛതയിലേക്ക്, ഒത്തിരിയേറെ ജഡിക പാപത്തിലേക്ക്, പൈശാചിക ആരാധനയിലേക്ക് നയിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പിശാചിന്റെ സന്തതികളാണ്, പിശാചിന്റെ വക്താക്കളാണ്. ഇവരുടെ വലിയ ഒരു ദൗത്യം പിശാചിലേക്ക് അനേക മക്കളെ അടുപ്പിക്കുക, പിശാചിന്റെ സ്വന്തമാക്കി മാറ്റാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോ ഇവര് ഈ ചെയ്യുന്ന മക്കളെ കൊണ്ട് എഗ്രി ചെയ്യിപ്പിക്കും. അവസാനത്തെ എഗ്രിമെന്റ് എന്നറിയോ? ഈ ഗെയിം കളിക്കുന്ന, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന, ഈ സിനിമ കാണുന്ന, ഈ ആരാധനയെ പങ്കെടുക്കുന്ന എല്ലാവരും പിശാചിന്റെ സ്വന്തമായിട്ട് മാറും, പിശാചുമായിട്ട് ഒരു ഡീലർഷിപ്പ് ചെയ്യും. ആ മക്കൾ പിശാചിന്റെ അവകാശമായിട്ട് തീരും എന്നുള്ള എഗ്രിമെന്റ് അംഗീകരിച്ച് കഴിയുമ്പോഴാണ് മിക്കവാറും ഈ ഗെയിമുകളും സിനിമകളും ഇതൊക്കെ സ്വീകരിക്കാനും കളിക്കാനും കാണാനും ഒക്കെ ഇടയാകുന്നത്, അനുമതി കിട്ടുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു സിനിമ ഇറങ്ങില്ലേ എമ്പുരാൻ, അതിൽ കൃത്യം അതിന്റെ പ്രൊമോഷൻ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടു, ദ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൽ. തമ്പുരാൻ എന്നുള്ള നമ്മുടെ വാക്ക്, തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ, ഞങ്ങളുടെ തമ്പുരാനെ. ആ തമ്പുരാനെ മാറ്റിയിട്ട് പിശാച് തലതിരിച്ചിടുന്ന പോലെ എമ്പുരാനാക്കിയിട്ട് പൈശാചികമായ ഒരു ആധിപത്യത്തിലേക്ക്, ഒരു ഡീലർഷിപ്പിലേക്ക് നമ്മുടെ മക്കളെ ഈ ലോകത്തെ നയിക്കുന്ന പൈശാചിക പ്രവൃത്തികള്, അതിന്റെ വക്താക്കള്. ഞാൻ ഓർക്കുക, അതില് ഞാൻ കണ്ടു, ഈ പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട്, ഒരു എംബ്ലം കാണുന്നുണ്ടല്ലോ, പിശാചിന്റെ എംബ്ലം, ഫ്രീമേസൺസ് ഇലൂമിനാറ്റി എംബ്ലം, ഇതെന്തിനാന്ന് ചോദിച്ചപ്പോ അവനിങ്ങനെ പൈശാചിക ഭാവത്തിൽ പറയുന്നുണ്ട്, പറയില്ല. നിഗൂഢമായ പൈശാചിക അടിമത്തത്തിലേക്ക്, പിശാചുമായ ബന്ധത്തിലേക്ക്, ഡീലർഷിപ്പിലേക്ക് നയിക്കുന്ന പൈശാചിക പ്രവൃത്തികൾ. ദൈവപുത്രൻ അത് യേശു ക്രിസ്തുവാ. ആ ദൈവപുത്രനെ വച്ചുകൊണ്ട് പിശാചിനെ ആരാധിക്കുന്നതിലേക്ക് നയിക്കുന്ന പൈശാചിക സെന്റൻസുകളും അവിടെ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സിനിമ കാണാൻ വേണ്ടി നമ്മുടെ മക്കളിന്ന് ഇരച്ചു കയറുക. ഒരു കാര്യം ഓർത്തോ, ഇത്ര പച്ചയ്ക്ക് ഇത് പിശാചിന്റേതാണെന്നും പിശാചുമായുള്ള ഡീലർഷിപ്പാണെന്നും പൈശാചികമാണെന്നും അറിഞ്ഞിട്ടും നമ്മുടെ മക്കൾ ഇടിച്ചു കയറുമ്പോ ഓർക്കണം, ഇത് പിശാചിന്റെ സ്വന്തമായിട്ട് മാറുന്ന, പിശാചിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട ക്രൂരതയിലേക്ക് നയിക്കുന്ന, ദൈവത്തെ തള്ളിപ്പറയൽ. അത് നോക്കി, ഈ നോമ്പ് കാലത്തിൽ കർത്താവിന്റെ കുരിശു മരണത്തെ സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടി, അതുപോലെ നമ്മൾ ദൈവമക്കൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുമ്പോ, ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, ഈ സമയത്ത് ഈ സിനിമ റിലീസ് ചെയ്ത് പിശാചുമായിട്ട് ശക്തമായ ഉടമ്പടിക്ക് വേണ്ടി പ്രേരിപ്പിക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ഒരു വിഷമം എന്നറിയോ, അനേക ക്രൈസ്തവ മക്കൾ അനേക പേരെന്നോട് പറഞ്ഞു, അച്ഛാ, എന്റെ മക്കള് അത് ബുക്ക് ചെയ്തിരിക്കുക, ഇറങ്ങാൻ നോക്കി നിൽക്കുക കാണാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ടിക്കറ്റ് പോലും കിട്ടാനില്ല എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ. പിശാചിനെ കാണാൻ, പിശാചിന്റെ പാട്ട് കേൾക്കാൻ, പിശാചിന്റെ പ്രവൃത്തികൾ കാണാൻ, അവരുമായിട്ട് ഡീലർഷിപ്പ് ചെയ്യാൻ ദൈവത്തെ വിട്ടുപേക്ഷിക്കുന്ന തമ്പുരാന് പകരം എമ്പുരാൻ എന്ന് പറയുമ്പോ തന്നെ പൈശാചിക സാന്നിധ്യമുണ്ട്. ഇതെല്ലാമായിട്ടും നമ്മുടെ മക്കൾ ഇരച്ചു കയറുമ്പോ പിശാചിന്റെ പിടിയിലേക്ക് സ്വന്തം ജീവിതത്തെ വലിച്ചെറിയുക. പിന്നീട് അങ്ങോട്ട് അവന്റെ പ്രവൃത്തി കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക. ഇതിന്റെ വക്താക്കളായിട്ട് സിനിമ നടന്മാര് മാറി, സിനിമകൾ മാറി. ചില പലവട്ടം പറയാറുണ്ട്, എല്ലാ തിന്മയ്ക്കും, എല്ലാ മ്ലേച്ഛതയ്ക്കും, എല്ലാ ക്രൂരതയ്ക്കും, എല്ലാ പൈശാചികതയ്ക്കും, എല്ലാ തിന്മകൾക്കും അടിസ്ഥാനമായിട്ട് മാറിപ്പോയി നമ്മുടെ സിനിമകളും സിനിമ നടന്മാരും. ഇത്ര പരസ്യമായിട്ടും ഇത്ര പ്രകടമായിട്ടും ചെയ്തിട്ടും
അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ മനുഷ്യമക്കൾ, പ്രത്യേകിച്ച് ദൈവമക്കൾ, ഇത് നാശത്തിലേക്ക് നയിച്ചിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകള് അതിശക്തമായി കയറി വന്ന് നമ്മുടെ പല മക്കളെ പിടിച്ച് കെണിപ്പെടുത്തിയിരിക്കുമ്പോ ഈ മക്കള് പിന്നെ രക്ഷപ്പെടാൻ പറ്റുമോ? ഈ റോക്ക് മ്യൂസിക്, മെറ്റൽ മ്യൂസിക്, പിശാചിന്റെ പാട്ടാ. അത് കേട്ടാൽ അതിനനുസരിച്ച് ആടിത്തുള്ളിയാൽ അവിടെ പിശാചിന്റെ സ്വാധീനം വരും, ബന്ധം വരും. ചില മക്കള് 24 hours ഈ പാട്ട് കേട്ടി, ഈ മെറ്റൽ മ്യൂസിക്, ഈ റോക്ക് മ്യൂസിക്, ഇതിലൂടെ പൈശാചിക ശക്തികൾക്ക് സ്വയം വിട്ടുകൊടുക്കുന്ന മക്കള്. എത്രയോ നല്ല ഭക്തിഗാനങ്ങള്, എത്രയോ നല്ല മീഡിയ ശുശ്രൂഷകള്, എത്രയോ വലിയ വചന പ്രഘോഷണങ്ങള്, എത്രയോ വലിയ ആരാധനകള്, ഇതിനൊന്നും മക്കൾക്ക് താല്പര്യമില്ല. ഈ സിനിമ കാണാൻ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന അനേക മക്കള് ശുദ്ധ കുർബാനയ്ക്കോ കൂദാശകൾക്കോ ദൈവികമായ കാര്യങ്ങൾക്കോ ദൈവവചനം സേവിക്കാനോ ഇതുപോലെ ആഗ്രഹിച്ചു പോവോ? പിശാചിന് വേണ്ടി ആഗ്രഹിച്ചു പോകുന്ന മക്കള്, അത് പിശാചിന്റെ അടിമത്വത്തിന്റെ വലിയൊരു മേഖലയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊന്ന് ചെയ്യാനുള്ളൂ, 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ, ആരാധന മധ്യേ ശുദ്ധ കുർബാനയില് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച്, ഒപ്പം പിതാവും വിശുദ്ധ മിഖായേൽ മാലാഖയും എല്ലാ സ്വർഗ സൈന്യത്തെ വിളിച്ചിറക്കി ഇവിടെ നമ്മൾ ദൈവ മക്കൾ, വചനം അനുസരിക്കുന്ന മക്കൾ, ശുദ്ധരായ മക്കൾ തമ്പുരാന്റെ ശക്തി അതുപോലെ വിളിച്ചിറക്കി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മയും കൊണ്ടുപോയി നശിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ നമ്മളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്ത്യാനിയുടെ അധികാരം, യേശുനാമത്തിന്റെ ശക്തി, മാമോദീസായുടെ ശക്തി, വിശുദ്ധ കുർബാനയുടെ ശക്തി ഇതുപോലെ വിളിച്ചിറക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതുപോലെ പൈശാചിക ശക്തികൾ വിളഞ്ഞാടുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ശുശ്രൂഷകള് നിങ്ങൾ അനേകം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. മുടങ്ങാതെ ശുശ്രൂഷ കൂടണം. നോമ്പ് കാലമാണ്, കർത്താവിന്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുക. ഈ കുരിശിലാണ് ഈ പൈശാചിക ശക്തികൾ, ഈ പൈശാചിക പ്രവൃത്തികൾ ചെയ്യുന്നവർ കീഴ്പ്പെടുത്തപ്പെടുക. അവരെ കീഴ്പ്പെടുത്തണം, സാത്താനെ അടിമപ്പെടുത്തണം. അത് നമ്മുടെ ദൗത്യമാണ്, നമ്മൾ ചെയ്യും. നമുക്കറിയാം, ഇതുപോലെ സഭ മക്കളെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തില് ഡോൺ ബോസ്കോ പുണ്യവാളൻ പ്രാർത്ഥിക്കുമ്പോ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കിട്ടിയ ഒരു വലിയ സന്ദേശമുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കടലില് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഭ നൗക ശത്രുക്കളെ ആക്രമിക്കുക, സഭ ഇങ്ങനെ താണുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡോൺ ബോസ്കോ പുണ്യവാളൻ ദർശനത്തിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ 2 സ്തംഭങ്ങൾ പൊങ്ങി വന്നു. 1 വിശുദ്ധ കുർബാന, 2 പരിശുദ്ധയമ്മ. ഈ 2 സാന്നിധ്യങ്ങളാണ് ഇന്ന് അതിശക്തമാകേണ്ടത്. നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും ഒക്കെ നമ്മൾ ആരംഭിക്കാനുള്ള വാഹനത്തിന്റെ നിർമ്മാണം ഏകദേശം എന്താ പറയാ 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടും. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതുവരെ നമ്മുടെ അറിയാത്ത അനേക മക്കൾ, പുതിയ ആളുകൾ നമ്മുടെ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ആലയത്തിൽ നിന്ന് വലിയൊരു ശുശ്രൂഷ ആരംഭിക്കാമാണ്. കർത്താവിന്റെ സാന്നിധ്യം, സഞ്ചരിക്കുന്ന സാന്നിധ്യം, ഈശോ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള യാത്രകളും ജപമാല പ്രദക്ഷിണത്തിന് യാത്രകളും ഇതുമായിട്ട് ബന്ധമുള്ള വാഹനം എടുത്തു കഴിഞ്ഞു. അതിന് ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അച്ഛൻ തരും. പ്രിയപ്പെട്ട മക്കളെ, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേക തിന്മയ്ക്കെതിരെ പോരാട്ടത്തിൽ കർത്താവ് ഉയർത്തിയിരിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടത്തിൽ പങ്കുചേരാം. അതുകൊണ്ട് നിങ്ങൾ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തില് ധ്യാനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവസാനത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനമുണ്ട്, ഇത് കാണുക. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനേകം മക്കൾ കടന്നു വരണം. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം. നമുക്കൊരു ചെറിയ ധ്യാന കേന്ദ്രമാ, ഒരു 100 പേർക്കാണ് നമുക്ക് സൗകര്യമുള്ളൂ. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുക. കഴിഞ്ഞ ധ്യാനത്തിലൊക്കെ 100-ലേറെ മക്കളുണ്ടായിരുന്നു. ശക്തമായിട്ട്, അതും ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും മേഖലയില് കർത്താവിന്റെ മക്കൾ കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട് ജീവിക്കണം. ഈ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ വാഹനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേകം പേര് നമ്മെ ഇതിനോടകം സഹായിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് തിന്മയ്ക്കെതിരെ പോരാടാം. ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ നിങ്ങൾ പറയും. പുതിയ ആളുകൾ കുറച്ച് പേരുള്ളതുകൊണ്ടാണ് ഒന്നുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ
അച്ഛനോട് ചേർന്ന് നിന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ കൂട്ടായ്മ അനേക ആയിരങ്ങളെ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൂട്ടായ്മയ്ക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കണേ. ഇത് തിന്മയ്ക്കെതിരെ പോരാട്ടമാണ്, മക്കൾ വിടുവിച്ചെടുക്കുന്ന പോരാട്ടമാണ്. കർത്താവിന്റെ ശക്തി അതുപോലെ വിളിച്ചിറക്കുന്ന പോരാട്ടമാണ്. തിന്മ ഇതുപോലെ അലറി വിളിക്കുമ്പോ ദൈവത്തിന്റെ മക്കൾ കുരിശുയുദ്ധം ആരംഭിക്കണം. സാത്താനെതിരെ, സാത്താന്റെ അടിമകൾക്കെതിരെ, സാത്താന്റെ വക്താക്കൾക്കെതിരെ, സാത്താനതായി മാറിയ സിനിമകൾക്കെതിരെ, സിനിമാ നടന്മാർക്കെതിരെ കുരിശുയുദ്ധം. കുരിശിൽ പരാജയപ്പെട്ടവനെ കുരിശിലൂടെ തന്നെ നമ്മൾ പരാജയപ്പെടുത്തണം. അതിനാണ് വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും വിശുദ്ധ മിഖായേൽ മാലാഖയും സ്വർഗം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും. മക്കളെ, നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും. നമ്മൾ ദുഷ്ടനെ പരാജയപ്പെടുത്തും കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തി അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പൈശാചിക എഗ്രിമെന്റുകളെ, പൈശാചിക ഉടമ്പടികളെ നമ്മുടെ അധികാരത്തിൽ ബന്ധിച്ച് ഇന്ന് ബഹിഷ്കരിക്കാൻ പോവുകയാണ്. മക്കളെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങ് സർവാധിപനും സർവശക്തനുമാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവാണ്. എല്ലാ നാമത്തിന്റെയും അധികാരവും ശക്തിയും അങ്ങേക്കാണ്. രാജ്യവും ശക്തിയും മഹത്വവും എല്ലാ പ്രാബല്യവും അങ്ങയുടേതാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ കർത്താവെ, അങ്ങയെ മറന്ന് ഞങ്ങളുടെ മക്കള് പിശാചുമായി ഉടമ്പടി ചെയ്ത് പല പല എഗ്രിമെന്റുകൾ നടത്തി മൊബൈലിലൂടെ ചില സിനിമകൾ കാണാൻ, ചില കളികൾ കളിക്കാൻ, ചില പ്രവൃത്തികൾ ചെയ്യാൻ ഈശോയെ എഗ്രിമെന്റുകൾ നടത്തി പിശാചിന്റെ അടിമകളായി പോയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞറിയാതെയോ കണ്ട സിനിമകളിലൂടെ, കളിച്ച ഗെയിമുകളിലൂടെ, കർത്താവെ കയറിപ്പോയ ചില മൊബൈൽ ആപ്പുകളിലൂടെ ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ മക്കളെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ, അവനുമായിട്ട് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ ഉടമ്പടികളെ, എല്ലാ ഡീലുകളെയും, എല്ലാ എഗ്രിമെന്റുകളെയും ഈശോയെ ഇന്ന് അങ്ങയുടെ നാമത്തിൽ, അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില്, പൗരോഹിത്യ അധികാരത്തില്, സഭയുടെ അധികാരത്തിൽ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങളുടെ മക്കളിൽ നിന്ന് പുറത്താക്കി യേശുവേ ഞങ്ങളുടെ മക്കളെ സ്വതന്ത്രരാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിമോചന പ്രാർത്ഥനയിൽ കർത്താവേ, ഈ ഒരു വലിയ വിടുതൽ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഞങ്ങളുടെ മക്കൾക്ക് അവരുടെ ശരീരങ്ങൾക്ക് ജീവൻ നൽകണത് പരിശുദ്ധാത്മാവാണ്. മറ്റൊരാത്മാവും ഞങ്ങളുടെ മക്കളുടെ ശരീരത്തെയോ മനസ്സിനെയോ ചിന്തകളെയോ ഒരു മേഖലകളെയും സ്വാധീനിക്കാൻ ഇടയാകാത്ത വിധത്തിലുള്ള ഒരു വലിയ വിമോചനം കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളുടെ മേലും കർത്താവേ അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയില് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ വിമോചനത്തിനായി സഭയുടെ നാമത്തിൽ, പൗരോഹിത്യ അധികാരത്തിൽ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും നെറ്റിയില് വിശുദ്ധ കുരിശിനാല് മുദ്ര വെച്ച് കുരിശിന്റെ സംരക്ഷണം ഏർപ്പെടുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം, സ്വർഗത്തിന്റെ പുണ്യവാന്മാരുടെ ഐക്യം, ഇതെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കളുടെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പിശാചുമായിട്ട് വന്നുപോയ ബന്ധത്തിലൂടെ കണ്ട സിനിമകൾ, കേട്ട കാര്യങ്ങൾ, ഇടപെട്ട മേഖലകൾ, കളിച്ച ഗെയിമുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന പൈശാചിക ശക്തികളെ, അവന്റെ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിന്റെ നാമത്തിൽ, നമ്മുടെ അധികാരത്തിൽ, സഭയുടെ അധികാരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിരുമിടാധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും ദുശീലങ്ങളും തർക്കദോഷങ്ങളും പൈശാചിക ക്രൂരതയും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും പൈശാചിക ആധിപത്യങ്ങളോടും അവകാശങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഹലാലിന്റെ പൈശാചിക ശക്തികളെ, വശീകരണ യന്ത്രങ്ങളെ, നാശത്തിലേക്ക്, തിന്മയിലേക്ക്, നശീകരണത്തിലേക്ക് നയിക്കുന്ന പൈശാചിക പീഡകളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഞങ്ങളുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ചിന്തകളെയോ വികാരങ്ങളെയോ തീരുമാനങ്ങളെയോ സ്വഭാവത്തെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും
ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ദുശീലങ്ങൾക്കും, തർക്കദോഷങ്ങൾക്കും, ക്രൂരതയ്ക്കും, പൈശാചിക പ്രവൃത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി മക്കളെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവർ കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാനങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. മറ്റെല്ലാ ആത്മാക്കളും ഞങ്ങളുടെ മക്കളെ വിട്ടുമാറിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും സഹായവും ഞങ്ങളുടെ മക്കൾക്ക് എപ്പോഴും സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി ഈശോയെ അങ്ങേക്കും, പിതാവായ ദൈവമേ അങ്ങേക്കും, പരിശുദ്ധാത്മാവേ അങ്ങേക്കും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. യാതൊരുവിധ മറ്റാത്മാക്കൾ ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ തകർക്കപ്പെടാനോ ഇടയാക്കാതിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ നാമത്തിൽ തന്നെ ബന്ധിച്ച് വിമോചനത്തിന്റെ ശക്തി നിറച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട വലിയ വിടുതലും പരിപൂർണമായ വിമോചനവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ മാത്രം ഞങ്ങളുടെ മക്കൾ നയിക്കപ്പെടട്ടെ. മക്കൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി മക്കളെ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളാൽ നിറഞ്ഞ് പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെട്ട് നയിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആശീർവാദം സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങ് വിമോചനം നൽകിയ ഞങ്ങളുടെ മക്കളെ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി തിരുഹൃദയത്തിൽ പൊതിഞ്ഞു പിടിക്കണമേ, കാത്തു സംരക്ഷിക്കണമേ. ആമേൻ.